ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മന്തിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള റൈസ് ബസുമതി റൈസാണ് വേണ്ടത്. വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചിക്കൻ മന്തി തയ്യാറാക്കാം. ആദ്യം ഒരു ചരുവം അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് തിളപ്പിക്കാം. ഇനി അരി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇനി തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി ചിക്കൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അതിന്റെ കൊഴുപ്പൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇവിടെ നല്ല ചൂടായതുള്ള ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ കഴുകുമ്പം തന്നെ. പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ക്യാപ്സിക്കം വേണം, തക്കാളി വേണം, ചിക്കൻ സ്റ്റോക്ക് വേണം, പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് കീറി ഒന്നും കേട്ടോ, ഇങ്ങനെ അങ്ങിട്ട് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു വിസ്താരമുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇനി ചിക്കൻ ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പരത്തി നമുക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് അരപ്പ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസ് ഇട്ട് കൊടുക്കണം. പച്ചമുളക്, ക്യാപ്സിക്കം, തക്കാളി, സവാള ഒന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ സ്റ്റോക്ക് ഇട്ടാൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. നോക്കിയിട്ട് ഉപ്പിടാവും. ചിക്കൻ സ്റ്റോക്കിനകത്ത് ഉപ്പുണ്ടല്ലോ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഇത്തിരി ഗരം മസാലയും മാത്രം മതി കേട്ടോ. ഒരുപാട് മസാല ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് റെഡ് കളർ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് സൺഫ്ലവർ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത് കേട്ടോ, സൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലതായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം, മിക്സ് ചെയ്തെടുക്കണം. ഈ ഓയിലും ക്യാപ്സിക്കം തക്കാളിയൊക്കെ നമ്മുടെ അരി വെന്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. ഒരു അരപ്പയ്ക്കകത്തോട്ട് നമുക്ക് ഊറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ അടുപ്പത്ത് ഞാൻ വെച്ചായിരുന്നു, ആ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. നമ്മുടെ ചിക്കൻ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ആവിക്കകത്ത് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, ഓൾറെഡി ചിക്കനകത്ത് വെള്ളം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ഒഴിച്ച് ഓയിലുണ്ട്, അതിനകത്ത് കിടന്ന് നല്ലതായിട്ട് പുഴുങ്ങിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൂടെ ഇങ്ങനെ തിരിച്ചു മറിച്ചും ഇട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ചിക്കൻ നല്ലതായിട്ട് വേവും, പെട്ടെന്ന് വേവും ചിക്കൻ. നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തെ ഗ്രേവി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമുക്കിനി ഗ്രേവി വേണ്ട. ഇനി അടുത്ത ചിക്കൻ മാത്രം മതി. ഗ്രേവി നമ്മൾ വേണം കേട്ടോ. ഗ്രേവി വേറെ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മന്തി റൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ചിട്ട് കൊടുക്കണം. ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് റെഡ് കളറും കൂടി ഒഴിക്കണം കേട്ടോ.
റെഡ് കളർ വേണം നിർബന്ധമില്ല, എങ്കിലും ചോറ് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ട് റെഡ് കളർ ഒഴിക്കുമ്പോൾ. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചാലും മതി കേട്ടോ. ഇനി ബാക്കിയുള്ള ചോറും കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 20 മിനിറ്റ്സ് വേവിക്കണം. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ റൈസ് എല്ലാം കോരി മാറ്റണം. നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് റൈസ് കോരി മാറ്റിയതിന് ശേഷം ചിക്കൻ എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി നമുക്ക് കോരി മാറ്റിയ റൈസ് ആ ചരുവത്തിനകത്ത് തന്നെ ഇട്ടതിന് ശേഷം മൊത്തവും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതിന്റെ അടിയിൽ നമ്മൾ ചിക്കൻ മാറ്റുമ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രേവി ഉണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ആ ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ റൈസ് നല്ല ടേസ്റ്റ് എങ്ങനെ വെക്കുന്നു കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കാൻ.